മുംബൈ ഭീകരാക്രമണത്തിൽ പങ്കുണ്ടെന്ന് സമ്മതിച്ചിരിക്കുകയാണ് തഹാവൂർ റാണ. മുംബൈ ഭീകരാക്രമണം നടക്കുമ്പോൾ താൻ മുംബൈ നഗരത്തിൽ ഉണ്ടായിരുന്നെന്നും പാക് ചാര സംഘടനയായ ISIയുടെ ആസൂത്രണത്തോടെ നടത്തിയ ആക്രമണമാണ് മുംബൈയിലേതെന്നും NIAയുടെ ചോദ്യം ചെയ്യലിൽ തഹാവൂർ റാണ വെളിപ്പെടുത്തിയതായാണ് റിപ്പോർട്ട്. ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തയ്ബയുടെ നിരവധി പരിശീലന സെക്ഷനുകളിൽ താനും മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിൽ പങ്കുള്ള ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയും പങ്കെടുത്തിട്ടുണ്ടെന്ന് തഹാവൂർ റാണ NIAയോട് സമ്മതിച്ചു. ലഷ്കർ-ഇ-തയ്ബ തുടക്കത്തിൽ ISIയുമായി സഹകരിച്ച് ചാരസംഘടന പോലെയാണ് പ്രവർത്തിച്ചത്. മുംബൈയിൽ ഒരു ഇമിഗ്രേഷൻ സെന്റർ തുറക്കാനുള്ള ആശയം തന്റേതാണെന്നും ഇതിലൂടെ സാമ്പത്തിക ഇടപാടുകളെല്ലാം ബിസിനസ് ചെലവുകൾ എന്ന നിലയിലാണ് നടത്തിയിരുന്നതെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. ഭീകരാക്രമണ സമയത്ത് താൻ മുംബൈയിൽ ഉണ്ടായിരുന്നത് ഭീകരവാദ പദ്ധതികളുടെ ഭാഗമായിട്ടാണ്. ആക്രമണത്തിനായി പ്രധാന ലക്ഷ്യങ്ങളായ ഛത്രപതി ശിവാജി മഹാരാജാസ് ടെർമിനസ് പോലുള്ള സ്ഥലങ്ങൾ സന്ദർശിച്ചു. പാക് ചാര സംഘടന ISIയുടെ സഹകരണത്തോടെയായിരുന്നു ആക്രമണമെന്നും തഹാവൂർ റാണ പറഞ്ഞു. പാകിസ്ഥാൻ സൈന്യവുമായി ദീർഘകാലമായി സഹകരിച്ചു വരികയാണ്. ഖലീജ് യുദ്ധസമയത്ത് പാക് സൈന്യം തന്നെ സൗദി അറേബ്യയിലേക്ക് അയച്ചിരുന്നുവെന്നും തഹാവൂർ റാണ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തി. പുതിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ പുതിയ കേസ് രജിസ്റ്റർ ചെയ്ത് തഹാവൂർ റാണയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനാണ് മുംബൈ പോലീസിന്റെ തീരുമാനം. നിലവിൽ തീഹാർ ജയിലിൽ കഴിയുന്ന തഹാവൂർ റാണയെ NIA ചോദ്യം ചെയ്തു വരികയാണ്. പാകിസ്ഥാനിലെ റാവൽപിണ്ടി ആർമി മെഡിക്കൽ കോളേജിൽ നിന്നും 1986 തഹാവൂർ ഹുസൈൻ റാണ MBBS പൂർത്തിയാക്കിയത്. തുടർന്ന് പാക് സൈന്യത്തിൽ ക്യാപ്റ്റൻ പദവിയിൽ ഡോക്ടറായി നിയമിതനായി. ക്വറ്റയിലായിരുന്നു നിയമനം. ശ്വാസകോശ രോഗം ബാധിച്ചതോടെ സൈനിക ജോലിയിൽ നിന്ന് വിട്ടുനിന്നു. ഇതോടെ പാക് സൈന്യം റാണയെ സേനയിൽ നിന്ന് ഉദ്യോഗം വിട്ട് ഒളിച്ചോടിയ ആളായി പ്രഖ്യാപിച്ചു. റാണയുടെ സർവീസ് രേഖകളിലും ഇത് രേഖപ്പെടുത്തി. സർവീസ് രേഖകളിൽ നിന്ന് ഇതെല്ലാം നീക്കം ചെയ്യാമെന്ന വാഗ്ദാനത്തിന്മേലാണ് ഡേവിഡ് ഹെഡ്ലിക്കൊപ്പം ഭീകരാക്രമണത്തിൽ പങ്കാളിയായതെന്നും മൊഴി നൽകി. പാകിസ്ഥാൻ വംശജനായ കനേഡിയൻ പൗരനും ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെ അടുത്ത സഹായിയുമായ തഹാവൂർ റാണയെ ഈ വർഷം ആദ്യമാണ് അമേരിക്ക ഇന്ത്യക്ക് കൈമാറിയത്. തീവ്രവാദ പ്രവർത്തനം, കൊലപാതകം, ഗൂഢാലോചന, വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങി നിരവധി കുറ്റങ്ങളാണ് റാണയ്ക്ക് മേൽ ചുമത്തിയിട്ടുള്ളത്. 26/11 മുംബൈ ആക്രമണത്തിൽ താജ്, ഒബ്രോയ് ഹോട്ടലുകൾ, ഛത്രപതി ശിവാജി ടെർമിനസ്, ജൂത കേന്ദ്രമായ നരിമാൻ ഹൌസ് തുടങ്ങിയ സ്ഥലങ്ങളിലായി 10 പാക് ഭീകരർ നടത്തിയ ആക്രമണങ്ങളിൽ 116 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്.